പൊന്നിയിൻ സെൽവൻ. ഒന്നാം ഖണ്ഡം പുതുവെള്ളം. രണ്ടാം അധ്യായം. ആഴ്വാർക്കടിയാൻ നമ്പി. തടാകക്കരയിൽ നിന്ന് താഴെയിറങ്ങി തെക്കോട്ട് നീളുന്ന പാതയിൽ കൂടി കുതിരയെ നടത്തുമ്പോൾ വന്ധ്യത്തേവന്റെ മനസ്സ് നദിയുടെ ഓളങ്ങളിൽ താളം തുള്ളുന്ന തോണികൾ പോലെ ആനന്ദനൃത്തം ചവിട്ടി. മനസ്സിൽ മറന്നുകിടന്ന കൗതുകം പൊന്തി പുറത്തേക്കു വഴിഞ്ഞു. ജീവിതത്തിൽ വേറെ ആരും കാണാത്ത അത്ഭുത അനുഭവങ്ങളെ നേരിടാൻ കാലമായെന്ന് അവന് തോന്നി. ചോഴനാടിനോട് അടുക്കുമ്പോൾ ഇത്തരം ആനന്ദ കോലാഹലം ഉണ്ടാകുന്നുവല്ലോ. കൊള്ളിടം പിന്നിട്ടാൽ ചോഴനാട്ടിന്റെ നീരോട്ടവും ഭൂമിയുടെ വളവിളവുകളും എങ്ങനെയായിരിക്കും? അന്നാട്ടിലെ പെണ്ണുങ്ങൾ എങ്ങനെയായിരിക്കും? എത്ര നദികൾ, എത്ര കുളങ്ങൾ, എത്ര തെളിവെള്ളത്തോടുകൾ. കവികൾ കാവ്യങ്ങളിൽ പാടിയ പൊന്നിയുടെ കാഴ്ച എങ്ങനെയിരിക്കും? അതിൻ്റെ തീരത്ത് പൂത്തുലയുന്ന പുന്നയും കൊന്നയും കടമ്പും എത്ര മനോഹരമായ കാഴ്ചയായിരിക്കും. തോടുകളിൽ കരിങ്കൂവളങ്ങളും ആമ്പലുകളും കണ്ണിറത്തി വിളിക്കുന്നതും ചെന്താമരകൾ മുഖം വിടർത്തി വരവേൽക്കുന്നതും എത്ര മധുരമൂറുന്ന കാഴ്ചയായിരിക്കും. കാവേരിയുടെ ഇരുകരകളും ശിവഭക്തരായ ചോഴരാജ പരമ്പര കെട്ടിപ്പടപ്പിച്ച അത്ഭുത കരവേലകളോടുകൂടിയ ക്ഷേത്രങ്ങൾ എത്രമാത്രം അഴകുറ്റതായിരിക്കും. ആഹാ! പഴയാറു നഗരം, ചോഴരാജാക്കന്മാരുടെ തലസ്ഥാനം. പൂമ്പുഹാറിനെയും ഉറയൂരിനെയും ചെറിയ കുഗ്രാമങ്ങളാക്കി താഴ്ത്തിക്കളഞ്ഞ പഴയാറ. ആ നഗരത്തിലെ പല നിലമാളികളും നെടും ഗോപുരങ്ങളും പടവീടുകളും പീഡിക വീഥികളും കരിങ്കല്ലിൽ പണിത ശിവക്ഷേത്രങ്ങളും വിഷ്ണു ക്ഷേത്രങ്ങളും എങ്ങനെയിരിക്കും? ആ ക്ഷേത്രങ്ങളിൽ മഹാഗായകർ മധുരശബ്ദത്തിൽ തേവാരപ്പാട്ടുകളും തിരുവായ്മൊഴിപ്പാട്ടുകളും പാടിക്കെട്ടാൽ ജനം ഭക്തിപരവശരാകാറുണ്ടെന്ന് വന്ധ്യത്തേവന് അറിയാം. ഇതിനുള്ള അവസരം മാത്രമാണോ തനിക്ക് ലഭിക്കാനിരിക്കുന്നത്? അല്ല. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് താൻ കിനാവിൽ കൂടി കാണാത്ത ചില അവസരങ്ങളും തനിക്ക് കിട്ടാൻ പോകുന്നു. പരാക്രമത്തിൽ മുരുകനെയും സൗന്ദര്യത്തിൽ മന്മഥനെയും കവച്ചു വയ്ക്കുന്ന പരാന്തക സുന്ദര ചോഴ മഹാരാജാവിനെ താൻ നേർക്കുനേർ കാണാൻ പോകുന്നു. അതുമാത്രമോ, അദ്ദേഹത്തിന്റെ ഓമനപുത്രി അദ്വിതീയായ നാരീമണി കുന്തവ കൊച്ചുതമ്പുരാട്ടിയെയും കാണാൻ പോകുന്നു. എന്നാൽ വഴിയിൽ തടസ്സമൊന്നും ഏർപ്പെട്ടുകൂടാ. തടസ്സം വന്നാലും എന്താ? കയ്യിൽ കുന്തമുണ്ട്, അരയിൽ തൂക്കിയ വിറയിൽ വാടുണ്ട്, മാറിൽ പോർച്ചട്ടയുണ്ട്, നെഞ്ചിൽ ധൈര്യവുമുണ്ട്. പക്ഷേ പ്രധാന സൈന്യാധിപതി ഇളമുറത്തമ്പുരാൻ ആദിത്യൻ ഒരു വലിയ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ച കാര്യത്തെ നിറവേറ്റുന്നതിന് മുമ്പ് ആരോടും വഴക്കുകൂടരുത്. എന്തോ യാത്രയിൽ ഇതുവരെ അത് നിറവേറ്റി. ഇനി 2 നാളെ യാത്രയുള്ളൂ. അതുവരെ ക്ഷമിച്ചേ പറ്റൂ. സൂര്യൻ മറയുന്നതിന് മുമ്പ് കടമ്പൂരിലെത്തണമെന്ന നിശ്ചയത്തോടെ നീങ്ങിയ വന്ധ്യത്തേവൻ കുറച്ചു കഴിഞ്ഞപ്പോൾ വീരനാരായണപുരത്തെ വിഷ്ണു ക്ഷേത്രത്തിനെടുത്തു. അവിടെ കർക്കിടകമാസ തിരുമഞ്ച് ഉത്സവം നടക്കുന്നതിനാൽ അമ്പലത്തിന് ചുറ്റുമുള്ള മരത്തോട്ടത്തിൽ വലിയ ജനസഞ്ചയം തടിച്ചുകൂടിയിരിക്കുന്നു. ചക്കച്ചുളയും പഴവും കരിമ്പിൻ തുണ്ടുകളും പലവക തീൻപണ്ടങ്ങളും വിൽക്കുന്നവർ അവിടെ കട തുറന്നിരിക്കുന്നു. പെണ്ണുങ്ങൾക്ക് തലയെ ചൂടാനുള്ള പൂക്കളും ദേവാർച്ചനയ്ക്കുള്ള താമരമുട്ടുകളും ചിലർ വിൽക്കുന്നുണ്ടായിരുന്നു. ചിലർ തേങ്ങ, ഇളനീർ, അകിൽ, ചന്ദനം, വെറ്റില, ശർക്കര, അവൽ, പുരി മുതലായവ കൂമ്പാരം കൂട്ടിവെച്ചിരിക്കുന്നു. അങ്ങിങ്ങായി വിനോദ പ്രദർശനങ്ങളും നടക്കുന്നു. ജ്യോത്സ്യന്മാർ, കൈരേഖാശാസ്ത്രജ്ഞർ, ഭാവി പ്രവാചകർ, വിഷം തീണ്ടിയവരെ മന്ത്രിച്ച് സുഖപ്പെടുത്തുന്നവർ എന്നിവർക്കും അവിടെ കുറവില്ല. ഇതെല്ലാം കണ്ട് നടന്ന വന്ധ്യത്തേവൻ ഒരിടത്ത് ഒരു വലിയ ജനക്കൂട്ടം തടിച്ചുകൂടിയതായും അക്കൂട്ടത്തിൽ നിന്ന് ആരോ ചിലർ ഉയർന്ന ശബ്ദത്തിൽ വാഗ്വാദം നടത്തുന്നതായും ശ്രദ്ധിച്ചു. എന്ത് വിവാദമാണ് നടക്കുന്നതെന്നറിയാനുള്ള ആഗ്രഹം അവനിൽ മുട്ടിട്ടു. അവൻ ആ ആഗ്രഹത്തെ അടക്കാനായില്ല. ജനക്കൂട്ടത്തിന് പുറത്ത് പാതയോരത്ത് കുതിരയെ നിർത്തി താഴെ ഇറങ്ങി അതിനെ അവിടെ നിൽക്കാൻ ആംഗ്യം കാട്ടി പുറത്തു തട്ടി ജനക്കൂട്ടത്തെ പിളർന്ന് ഉള്ളിൽ പ്രവേശിച്ചു. അവിടെ വിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ 3 പേർ മാത്രമായിരുന്നു എന്നുകണ്ട് അവൻ അത്ഭുതപ്പെട്ടു. 3 പേരേ ഉള്ളുവെങ്കിലും അവിടെ കൂടിയിട്ടുള്ള ജനക്കൂട്ടം മൂന്ന് സംഘമായി പിരിഞ്ഞ് തന്താങ്ങളുടെ കക്ഷിയെ അനുകൂലിച്ച് വിവാദത്തിന് ഉശിരുകൂട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും ശബ്ദം അവിടെ ഉയരുന്നതെന്ന് വന്ധ്യത്തേവൻ മനസ്സിലാക്കി. അടുത്ത് എന്ത് വിവാദമാണ് നടക്കാൻ പോകുന്നതെന്ന് അവൻ ശ്രദ്ധിച്ചു. വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരുന്ന 3 ഒരുവൻ ദേഹത്തെല്ലാം ഊർധ്വകുണ്ഡ്രമായി ചന്ദനമണിഞ്ഞ് തലയിൽ മുൻകുടുമ വെച്ച വൈഷ്ണവ ഭക്ത ശിരോമണിയാണ്. കയ്യിലൊരു കുറുവടിയും വെച്ചിട്ടുണ്ട്. അയാൾ തടിച്ച കുറുകിയ ശരീരത്തോടെ വിളങ്ങി. മറ്റൊരാൾ ദേഹത്ത് വരയും കുറിയുമായി നിറയെ ഭസ്മം പൂശിയിരിക്കുന്ന ശിവഭക്തൻ. 3-മൻ കാവ്യവസ്ത്രം ധരിച്ച് കരമുണ്ടനം ചെയ്ത ഒരാൾ. അദ്ദേഹം
വൈഷ്ണവനുമല്ല ശൈവനുമല്ല, രണ്ടും കടന്ന അദ്വൈത വേദാന്തിയാണെന്ന് തോന്നുന്നു. ശൈവൻ പറഞ്ഞു, ഓ ആഴ്വാർക്കടിയൻ നമ്പിയേ, ഇതിന് മറുപടി പറയേ. ശിവപെരുമാളുടെ തിരുമുടി കാണാൻ ബ്രഹ്മാവും കാൽപാദം കാണാൻ വിഷ്ണുവും പരിശ്രമിച്ചുവോ ഇല്ലയോ? അടിയും മുടിയും കാണാതെ വന്ന് ശിവപെരുമാളിൻ്റെ പാദത്തിൽ ശരണാഗതി അടഞ്ഞോ ഇല്ലയോ? അങ്ങനെയുള്ള പരമശിവനേക്കാളും നിങ്ങളുടെ വിഷ്ണു എങ്ങനെ വലിയവനാകും? ഇത് കേട്ട് ആഴ്വാർക്കടിയൻ നമ്പി തൻ്റെ കുറുപടി ആട്ടിക്കൊണ്ട് പറഞ്ഞു, ശരിയാണോ വീരശൈവ പാദധൂളിപ്പെട്ടരെ, നിർത്ത് നിന്റെ വർത്തമാനം. ലങ്കാധിപതിയായ ദശകണ്ഠൻ രാവണന് തന്റെ ശിവൻ വരം കൊടുത്തില്ലേ? ആ വരങ്ങളെല്ലാം തന്നെ എന്റെ വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രന്റെ വില്ലിന്റെ മുന്നിൽ താവിട്ട് പൊടിയായി പോയില്ലേ? അങ്ങനെയുള്ള ഞങ്ങളുടെ വിഷ്ണുവിനേക്കാൾ തന്റെ ശിവൻ എങ്ങനെ വലിയവനാകും? ഈ സമയത്ത് കാവ്യവസ്ത്രം ധരിച്ച അദ്വൈത സന്യാസി വിവാദത്തിൽ തടയിട്ടുകൊണ്ട് പറഞ്ഞു, വാദപ്രതിവാദം നടത്തുന്നത് ശിവനാണോ വലിയ ദൈവം, വിഷ്ണുവാണോ വലിയ ദൈവം എന്ന് എത്ര നേരം വാദിച്ചാലും വാദം തീരില്ല. ഈ ചോദ്യത്തിന് മറുപടി വേദാന്തം പറയുന്നുണ്ട്. നിങ്ങൾ താഴേക്കടയിലുള്ള ഭക്തിമാർഗത്തിലിരിക്കുന്നത് വരയ്ക്കുമേ ശിവൻ വിഷ്ണു എന്ന് ഷണ്ട കൂടുകയുള്ളൂ. ഭക്തിക്ക് മുകളിൽ ജ്ഞാനമാർഗം എന്നൊന്നുണ്ട്, ജ്ഞാനത്തിന് മുകളിൽ ന്യാസവുമുണ്ട്. ആ അവസ്ഥയിൽ എത്തിച്ചേർന്നാൽ പിന്നെ ശിവനുമില്ല വിഷ്ണുവുമില്ല, എല്ലാം ബ്രഹ്മമയം. ശ്രീ ശങ്കര ഭഗവത്പാദാചാര്യർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ... ഈ സമയം ആഴ്വാർക്കടിയാൻ നമ്പി ഇടയിൽ കിടന്ന്, ശരിയാണ്, നിർത്ത നിന്റെ ശങ്കരാചാര്യ ഉപനിഷത്തുകൾക്കും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും ഭാഷ്യം എഴുതി ഒടുക്കം എന്താണ് പറഞ്ഞത് എന്നറിയാമോ? ഭജഗോവിന്ദം 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 മൂട്ടമതേ എന്ന് 3 തവണ പറഞ്ഞു. നിന്നെ പോലെയുള്ള വിഡ്ഢികളെ കണ്ടിട്ടാണ് ശങ്കരാചാര്യർ ഇങ്ങനെ പറഞ്ഞത്. ഇത് പറഞ്ഞതും ആ ജനക്കൂട്ടത്തിൽ ഹാഹാകാരവും പരിഹാസവും കയ്യടിയും കൂടിക്കറന്നുയർന്നു. എന്നാൽ സന്യാസി വെറുതെ ഇരുന്നില്ല. എടോ മുൻകുടുംബക്കാരൻ നമ്പി, ഞാൻ വിഡ്ഢി എന്ന് നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ കയ്യിൽ വെറും തടി വെച്ച നീ വെറും തടിയനായിരിക്കുകയാണ്. നിന്നെപ്പോലെ വെറും തടിയനോട് സംസാരിക്കാൻ വന്ന ഞാൻ മൂട്ടമതി തന്നെയാണല്ലോ എന്നായി. ഹേ സ്വാമികളെ, എന്റെ കയ്യിൽ വെച്ചിട്ടുള്ളത് വെറും തടിയല്ല. വേണ്ട സമയത്ത് മൊട്ടത്തല ഉടയ്ക്കാൻ വേണ്ട ശക്തി ഇതിനുണ്ട്. കണ്ടോ എന്ന് പറഞ്ഞ് ആഴ്വാർക്കടിയാൻ കയ്യിലിടുന്ന കുറുവടി ഓങ്ങി. അത് കണ്ട് അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവർ ഓഹോ എന്ന് ആർപ്പ് വിളിച്ചു. അപ്പോൾ അദ്വൈത സ്വാമികൾ, അപ്പനെ നിർത്ത്, തടി നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ നീ കുറുവടി കൊണ്ട് അടിച്ചാലും ഞാൻ നിന്നോട് കോപിക്കുകയില്ല, ഷണ്ടയ്ക്കും വരില്ല. അടിക്കുന്നവനും ബ്രഹ്മം, അടികൊള്ളുന്നവനും ബ്രഹ്മം. എന്നെ നീ അടിച്ചാൽ നിന്നെ അടിച്ച മാതിരി. ആഴ്വാർക്കടിയൻ നമ്പി, ഇതാ എല്ലാവരും കാണും, ബ്രഹ്മത്തെ പരബ്രഹ്മം തിരുപ്രഹരം ഏൽപ്പിക്കാൻ പോകുന്നു. എന്നെ ഞാൻ തന്നെ അടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് കുറുന്തടി ചുഴറ്റി സ്വാമികളെ തല്ലാനെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന വല്ലഭരായന് ഒരു നിമിഷം ആ മുൻകുടുംബ നമ്പിയിൽ നിന്ന് കുറുന്തടി വാങ്ങി അവനെ ആ തടി കൊണ്ട് തന്നെ 4-5 പ്രഹരിക്കാൻ തോന്നി. പെട്ടെന്ന് സ്വാമിയാർ അപ്രത്യക്ഷനായി. ആൾക്കൂട്ടത്തിലേക്ക് നുഴഞ്ഞ് അയാൾ മറഞ്ഞു കളഞ്ഞു. അതുകണ്ട് വൈഷ്ണവപക്ഷക്കാർ പിന്നെയും ആർപ്പ് വിളിച്ചു. ആഴ്വാർക്കടിയാൻ നമ്പി വീരശൈവന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ്, എടോ പാദപ്രതിപ്പെട്ടെ, നീ എന്ത് പറയുന്നു? ഇനിയും വാദം ചെയ്യുന്നു? അതോ സ്വാമികളെ പോലെ നീ ഓട്ടം പിടിക്കുന്നു? ഞാനോ? ഒരിക്കലും ഞാൻ ആ വിടുവായ വേദാന്തിയെപ്പോലെ ഓടിപ്പോകില്ല. എന്നെയും നിന്റെ കണ്ണനെന്ന് വിചാരിക്കുകയാണോ? ഗോപികളുടെ വീട്ടിൽ പോയി വെണ്ണ കെട്ട് തിന്ന് കടകോലിൻ്റെ അടി കൊണ്ടവനല്ലേ നിന്റെ കണ്ണൻ എന്ന് പാദധൂളിപ്പട്ടർ പറഞ്ഞതിന് ഇടയിൽ കടന്നു പറഞ്ഞുകൊണ്ട് ആഴ്വാർക്കടിയൻ നമ്പി, എന്താണ് നിന്റെ പരമശിവൻ പിട്ടിന് മണ്ണ് ചോർന്ന് മുതുകത്ത് പരിക്ക് പറ്റിയത് മറന്നോ നീ എന്ന് ചോദിച്ച് കുറുപടി ചുഴറ്റിക്കൊണ്ട് വീരശൈവനോട് അടുത്തു. ആഴ്വാർക്കടിയാൻ നമ്പി നല്ല ഗുണ്ടാതി ഗുണ്ടൻ, വീരശൈവരായ പാദധൂളിപ്പട്ടരോ മെലിഞ്ഞ ഒരു മനുഷ്യൻ. മേൽപ്പറഞ്ഞ് ഇരുവരെയും വാദപ്രതിവാദത്തിൽ ഉത്സാഹപ്പെടുത്തിയിരുന്ന ജനക്കൂട്ടം ആവശ്യത്തോട് ആർപ്പും ആലഭാരവും വീണ്ടും ആരംഭിച്ചു. ഈ മണ്ടൻ ഷണ്ട തടുക്കണമെന്ന് തോന്നി വല്ലവരായൻ്റെ മനസ്സിലുണ്ടായി. അവൻ നിന്നിടത്ത് നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന്, എന്തിനാണ് നിങ്ങൾ ഷണ്ട കൂടുന്നത്? വേറെ പണിയൊന്നുമില്ലേ? അടിപിടി കൂടണമെങ്കിൽ ലങ്കയ്ക്ക് പോടോ, അവിടെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ എന്ന് ചോദിച്ചു. നമ്പി പെട്ടെന്ന് അവൻ്റെ നേരെ തിരിഞ്ഞ്, ഇവനാരാ ന്യായം പറയാൻ വന്നവൻ എന്ന് ചോദിച്ചു. കൂട്ടത്തിലുള്ള ചിലർക്ക് വന്ധ്യത്തേവന്റെ വീരഭാവവും മോഹനമായ മുഖവിലാസവും ഇഷ്ടപ്പെട്ടു. നീ പറയേ, ഈ വഴക്കാളികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക്, നിനക്ക് ഞങ്ങൾ പിന്തുണ തരാം എന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ന്യായം ഞാൻ പറയാം. ശിവനും വിഷ്ണുവും തമ്മിൽ ശണ്ട കൂടുന്നതായി എനിക്കറിയില്ല. അവർ സ്നേഹവും സുമുഖവുമായിട്ടാണ് കഴിയുന്നത്. അങ്ങനെയിരിക്കെ ഈ നമ്പിയും പട്ടരും എന്തിനാണ് ശണ്ട കൂടുന്നത് എന്ന് വല്ലവരായും പറഞ്ഞു കേട്ട് അക്കൂട്ടത്തിലുള്ള ജനങ്ങൾ അടക്കിച്ചിരിച്ചു. അപ്പോൾ വീരശിവഭട്ടർ, ഇവൻ അറിവുള്ളവനാണെന്ന് തോന്നുന്നു. ഇത്തരം കൗതുക വർത്തമാനം കൊണ്ട് വിവാദം തീർക്കാൻ പറ്റുമോ? പരമശിവൻ വിഷ്ണുവിനേക്കാൾ വലിയവനാണോ എന്ന് ഇവൻ മറുപടി പറയട്ടെ എന്നായി. ശിവനും വലിയ ദൈവമാണ്, വിഷ്ണുവും വലിയ ദൈവമാണ്. രണ്ടുപേരും തുല്യരായ ദൈവങ്ങൾ. ആരെ വേണമെങ്കിലും തൊഴുതുള്ളൂ. എന്തിനാണ് ഈ വഴക്ക് എന്ന് വല്ലവരായും ചോദിച്ചു. അതെങ്ങനെ ശരിയാവും? ശിവനും വിഷ്ണുവും തുല്യ ബലവാന്മാരാണെന്ന് പറയാൻ എന്താണ് ആധാരം എന്ന് ആഴ്വാർക്കടിയാൻ കോപത്തോടെ ചോദിച്ചു. ആധാരമോ? ഇതാ ആധാരം.
ഇന്നലെ വൈകുന്നേരം ഞാൻ വൈകുണ്ഠത്തിൽ പോയിരുന്നു. അപ്പോൾ പരമശിവനും അവിടെ ഉണ്ടായിരുന്നു. തുല്യ ഉയരത്തിലുള്ള സിംഹാസനത്തിലാണ് ഇരുന്നത്. അവരുടെ ഉയരവും ഒരേപോലെ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഞാൻ എൻ്റെ കൈ കൊണ്ട് മുഴമായി അളന്നും നോക്കി. എടാ കുട്ടാ, പരിഹസിക്കുകയാണല്ലേ എന്ന് ആഴ്വാർക്കടിയാൻ ഗർജിച്ചു. അയാളെ പിന്തുണയ്ക്കുന്ന ജനക്കൂട്ടം പറയ എന്ന് ആക്രോശിക്കാൻ ആരംഭിച്ചു. അളന്നു നോക്കിയപ്പോൾ രണ്ടാളും ഒരേ ഉയരമായിരുന്നു. അതും കൂടാതെ ശിവനോടും നാരായണനോടും നേരിട്ടും ഞാൻ ചോദിച്ചു. അപ്പോൾ അവരെന്താണ് പറഞ്ഞതെന്നറിയാമോ? അവർ പറഞ്ഞു, ഹരിയും ശിവനും ഒന്ന്, അതറിയാത്തവന്റെ വായിൽ മണ്ണ് എന്ന്. ഇതും പറഞ്ഞ് അവരെപ്പറ്റി ഇങ്ങനെ ശണ്ട കൂടുന്നവരുടെ വായിലിടുന്നതിന് ഒരു പിടി മണ്ണും തന്നു എന്ന് പറഞ്ഞ് വല്ലവരായൻ മടക്കിയിരുന്ന തന്റെ വലതു കൈ തുറന്നു കെട്ടി. അതിനുള്ളിൽ ഒരു പിടി മണ്ണുണ്ടായിരുന്നു. അതവൻ വീശി എറിഞ്ഞു. അപ്പോൾ ആൾക്കൂട്ടത്തിലുള്ള ചിലർ നിലത്തുനിന്ന് മണ്ണെടുത്ത് നമ്പിയുടെ തലയിലും പട്ടരുടെ തലയിലും വീശി എറിയാൻ തുടങ്ങി. അതുകൊണ്ട് കുറച്ചുപേർ ആ ദുഷ്പ്രവൃത്തി തടുത്തു. ആ സമയത്ത് എന്താ കാര്യം? ആരാണ് നിങ്ങൾ? ബുദ്ധികളോ നാസ്തികരോ എന്ന് ചോദിച്ച് ആഴ്വാർക്കടിയൻ കുറുപിടി ചുഴറ്റിക്കൊണ്ട് ആൾക്കൂട്ടത്തിൽ പ്രവേശിച്ചു. വലിയ ബഹളവും അടിപിടി കലഹവും അവിടെ ആരംഭിക്കുമെന്ന് എല്ലാവരും കരുതുമ്പോൾ കുറച്ചകലെ ഉച്ചത്തിലുള്ള ഒരു വിളംബരം കേട്ടു. ശൂരാതിശൂരൻ വീരപ്രതാപൻ പാണ്ഡ്യപ്പടയുടെ വീര്യം കൊണ്ട് കീഴടക്കി വേരോടർത്ത വിജയശൂലം കൈയാളുന്ന 20 നാൾ യുദ്ധത്തിലേർപ്പെട്ട് 60 മുറിവുകൾ സമ്പാദിച്ച തിരുമേനി ചോഴനാട്ടു ധനാധിപതി ധാന്യ ഭണ്ഡാരനായകൻ നികുതി നിശ്ചയിക്കും മേലാളൻ പഴയ പഴവേട്ടറയർ വാഴ്ക വാഴ്ക പറാഗ് പറാഗ് വഴിമാറൂ എന്ന് ഇടിമുഴക്കസ്വരത്തിൽ അവിടെ ഉയർന്നു. ഈ വിളംബരം ചെയ്യുന്നയാൾ മുമ്പിൽ നടന്നു വന്നു. പിന്നിൽ വീക്കുചുണ്ടടിക്കുന്നവൻ, അവന് പിന്നിൽ പനമരക്കൊടി പിടിച്ചവൻ, അതിനു പിന്നിൽ ഗംഭീര ഗതിയോടെ ചില കുന്തധാരികൾ, ഇവർക്ക് പുറകിൽ അലങ്കരിച്ച ആനയുടെ പുറത്ത് ആജാനുബാഹുവായ കറുത്തൊരു തിരുമേനി. മതയാനപ്പുറത്ത് ആ വീരൻ ഇരിക്കുന്ന കാഴ്ച ശൈലാഗ്രത്തിൽ കരിമേഘം തങ്ങിയതുപോലെ ഉണ്ടായിരുന്നു. ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നവരെല്ലാം ഈ കാഴ്ച കാണാൻ വീതിയുടെ ഇരുപുറത്തും അണിനിരുന്നു. അപ്പോൾ വല്ലവരായനും അവിടെ വന്നു നിന്നു. ആനപ്പുറത്തിരിക്കുന്നവർ പഴവേട്ടരയെന്ന് അവൻ ഊഹിച്ചു. ആനയ്ക്ക് പിന്നിൽ പട്ടുശീല കൊണ്ട് മൂടിയ ഒരു പല്ലക്ക് വരുന്നുണ്ടായിരുന്നു. അതിനുള്ളിൽ ഇരിക്കുന്നത് ആരായിരിക്കാം എന്ന് വല്ലവരായൻ ചിന്തിക്കുമ്പോൾ പല്ലക്കിന്റെ തിരശീല ഇരുപുറത്തേക്കും നീങ്ങിയറന്ന് വളകളും കങ്കണങ്ങളും അണിഞ്ഞ ചുവന്നു തൊടുത്ത ഒരു കൈ കാണപ്പെട്ടു. മേഘത്തിനാൽ മൂടപ്പെട്ട പൂർണ്ണചന്ദ്രൻ മേഘത്തിരശീല മാറുമ്പോൾ പെട്ടെന്ന് ഒളിവീശുന്ന പോലെ പല്ലക്കിനുള്ളിൽ നിന്ന് ഒരു പെണ്ണിന്റെ കാന്തിമയമായ മുഖവും തെളിഞ്ഞു. പെൺകുലത്തിന്റെ അഴക് കണ്ട് കളിക്കുന്ന കണ്ണുകൾ വല്ലവരായിരുന്നുണ്ടെങ്കിലും ആ മുഖം പ്രകാശിക്കുന്ന പൂർണ്ണചന്ദ്രനൊത്ത പൊന്മുഖമാണെങ്കിലും എന്തോ കാരണത്താൽ അത് വല്ലവരായന് ഒരു സന്തോഷവും നൽകിയില്ല. മറിച്ച് അകാരണമായ ഭയവും വെറുപ്പുമാണ് അയാളിൽ ഉണ്ടാക്കിയത്. അതേസമയം ആ പെണ്ണിന്റെ കണ്ണുകൾ വല്ലവരായന്റെ അടുത്തെന്തിയോ ശ്രദ്ധിച്ചു. പെട്ടെന്ന് ഭീതിചരകമായ എന്നൊരു സ്ത്രീസ്വരം കേട്ടതും പല്ലക്കിന്റെ തിരശ്ശീല പഴയപടി മൂടപ്പെട്ടു. വല്ലവരായൻ ഇരുവശത്തും കണ്ണോടിച്ചു. തന്റെ അരികിൽ ആരെയോ അല്ലെങ്കിൽ എന്തിനെയോ കണ്ടിട്ടാണ് ആ പെണ്ണ് ക്രീഷ് ശബ്ദം പുറപ്പെടുവിച്ച് പല്ലക്കിന്റെ തിരശ്ശീല മൂടിയത് എന്നവൻ അനുമാനിച്ചു. അവൻ ചുറ്റും നോക്കി. തന്റെ കുറച്ചു പിന്നിൽ ആഴ്വാർക്കടിയാൻ ഒരു പുളിമരം ചാരിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടു. ആ വീരവൈഷ്ണവ നമ്പിയുടെ മുഖം പറയാൻ വയ്യാത്ത വികാരത്തെ ഉൾക്കൊണ്ട ഘോരരൂപമായി മാറിയിരിക്കുന്നു. വല്ലവരായന്റെ മനസ്സിൽ അകാരണമായൊരു ആകാംക്ഷയും വെറുപ്പും ജനിച്ചു. അടുത്തത് 3-ാം അധ്യായം. വിണ്ണുകര ക്ഷേത്രം.